ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്താനം സുഖം തന്നെയല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ എന്താ കുറേ ടൈലും കുറേ ചളിയും ഇതൊക്കെ ഇങ്ങനെ കാണിക്കണമെന്ന്. അപ്പോൾ ഇത് ഞങ്ങളെ ബാത്റൂമിലെ ഒരു വീഡിയോ കേട്ടോ. കാരണം വെച്ചാൽ ബാത്റൂം ക്ലീൻ ചെയ്യാൻ അധികം കൈക്കൊണ്ട് ഊക്കൊടുത്തുകാണ്ട് റെഡിയാക്കാൻ പറ്റാത്തവരൊക്കെ എങ്ങനെ ഇത് കൈകിടുക്കുകയെന്ന് ചിന്തിക്കണവർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ. എല്ലാവർക്കും ഇത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് എന്നൊന്നും ഒരിക്കലില്ല ഈ ബാത്റൂം. അടിയിൽ ഇങ്ങനെ വെള്ളം പാർന്ന് ഇവർ കുളിക്കുമ്പോൾ റെഡിയാക്കും. പിന്നെ ഞങ്ങൾ ആരും ഇപ്പോൾ ഈ ബാത്റൂമിൽ ചുരുക്കി പറഞ്ഞാൽ കുളിക്കലില്ല കേട്ടോ. ഇത് അടുക്കളയിൽ തന്നെയുള്ള വലിയൊരു ബാത്റൂമാണ്. വാഷിംഗ് മെഷീനൊക്കെ ഇട്ടുണ്ടായിരുന്നതായിരുന്നു. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഞാൻ പുറത്ത് കിട്ട കാരണം ഇപ്പോൾ ഇതിലങ്ങനെ ആരും കുളിക്കലില്ല. വാഷിംഗ് മെഷീനിലൊന്നും ഇമ്മ ഇതിലായിരുന്നു കുളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾക്ക് ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഇതിലുള്ള ഒരു നേരം ഈ ബാത്റൂമിനൊരു ഉണക്കം കിട്ടണില്ല. ഇനി അതിലൊക്കെ ബേസിൻ്റെ വേസ്റ്റ് വെള്ളം പോകാനൊക്കെ വേറെ പൈപ്പ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഏത് നേരവും ഇത് ഒരു ചീച്ചിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആണ് ഞാൻ പുറത്തേക്ക് വാഷിംഗ് മെഷീൻ ഇട്ടത്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സർഫ് എടുത്തിട്ടുണ്ട്. അതേമാതിരി ഒരു സാവോൻ്റെ കണ്ടന്റ് കേട്ടോ. അത് ഞാനൊന്ന് ടർക്കിയൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇത് നമ്മൾ പെയിൻറ്റിൽ അടിക്കണ ടിന്നറാണ്. അപ്പോൾ ഈ ടിന്നറാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് 4 ടേബിൾ സ്പൂൺ ടിന്നർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു പോളിസ്റ്ററിൻ്റെ ഒരു ടർക്കിയാണിത്. അത് വെച്ചാൽ അടുക്കളയിൽ മേടൊക്കെ തുടക്കണ ഒരു ടർക്കിയാണ്. അപ്പോൾ അത് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നല്ലോണം ഒന്ന് തിരുമ്പി റെഡിയാക്കി എടുത്തതായിരുന്നു. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുത്താൽ തന്നെ നല്ലവണ്ണം ക്ലീൻ ആവും. അപ്പം നമ്മൾ സർഫ് ഇട്ടും സെബീനിട്ട് കണ്ടൊക്കെ ആയിരുന്നു ഞാൻ മുമ്പൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടില്ല നിങ്ങൾ, മേലൊക്കെ തുടച്ച് റെഡിയാക്കി എടുത്ത് വടിയിലൊക്കെ വെള്ളം പാർന്ന് വൃത്തിയാക്കിയിട്ടതാണ് കേട്ടോ. അതായത് ഈ വൃത്തിയോട് കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടർക്കി തിരുമ്പിയതാണ്. നല്ല ചളിയുണ്ട്. അപ്പോൾ ഞാൻ ടർക്കി 15 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതേമാതിരി കല്ലുമിട്ടൊന്ന് വരക്കലുണ്ട്. അതേമാതിരി ദിവസവും തന്നെ നമ്മളെ അടുക്കളയിലെ പണി കഴിയുമ്പോൾ അടുക്കളയിലെ ടർക്കി ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കും. അതായത് മേടയൊക്കെ തുടക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യും. കുറേ കഴിയുമ്പോൾ നമ്മൾക്കിതൊന്നുണ്ട് വരച്ചെടുക്കും വേണം. ഇപ്പം ഞാൻ ചുമരൊക്കെ നല്ലോണം ഉണ്ട് തുടച്ചെടുത്തതിൻ്റെ ശേഷം മേൽഭാഗത്തേക്കൊന്നും എത്തൂലല്ലോ. അപ്പോൾ ഈ മേലെ വരയ്ക്കണ ഈ ബ്രഷ് മേലെ ഈ ടർക്കി ഇട്ടിട്ട് ഒന്നിങ്ങനെ തുടച്ചെടുക്കുകയാണ്. പക്ഷേ പിന്നെ എനിക്ക് ഞാൻ ടിന്നർ ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു ഉള്ളത് മാത്രം തന്നെ മതി. ഞാൻ ടിന്നർ ഇട്ടാണ് നിങ്ങൾക്ക് കയ്യിനോ വലിയ കേടൊക്കെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ അത് ചെയ്യലുണ്ട്. അതേമാതിരി കുറേ കഴിയുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അടുക്കളയിൽ അവൊക്കെ തുടക്കുമ്പോൾ ഒരു ബക്കറ്റിക്ക് 1 സ്പൂണ് ടിന്നർ ഒഴിക്കൂട്ടോ. അപ്പോഴും നല്ല ഇതാണ്. അപ്പോൾ പിന്നെ നമ്മളെ ഗ്ലാസിൻ്റെ തറ നല്ല വൃത്തിയായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇതേമാതിരി റെഡിയാക്കി എടുത്താൽ എത്ര ഐറ്റക്കും നമുക്കിത് റെഡിയാക്കി എടുക്കുക. പിന്നെ വേറൊരു ഇത് വെച്ചാൽ മാറാല, അതേമാതിരി ഉറേലി, അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് പറഞ്ഞാൽ 1-2 ദിവസം ആ പരിസരത്തേക്ക് തന്നെ വരില്ല. നമ്മൾ കണ്ടില്ലേ ഇതിന്മേലുള്ള എത്രത്തോളം ചളി പോന്നിക്കണമെന്ന്. ഇനി ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നല്ല വെള്ളം പാർന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ കണ്ടില്ലേ അതിന് തിളക്കം അയച്ചിട്ട് നമ്മളെ ടൈലിന് ഒരു പ്രശ്നവും വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കമ്പിട്ടും ഇതിട്ട് വരച്ചിങ്ങനെ ഗതിയിടാൻ നിൽക്കണ്ട. പിന്നെ ഇവിടെ മെയിനായിട്ട് ഇവർ കാല് കഴുകിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യും. എന്നാലും അത്രക്കുണ്ട് ചളി പോവില്ല. അപ്പോൾ ഇതേമാതിരി സർഫ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര സർഫ് ഇട്ടിട്ടാണ് മതിയാവണില്ല കേട്ടോ. അത്രക്കും ചളി ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. അതെന്താ പ്രശ്നം വിചാരിച്ചാൽ ഇത് കണ്ടില്ല, വരാക്കി കണ്ട് നമ്മൾ തിരുമ്പാനുള്ള കല്ലുണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു വെള്ളം പാരുമ്പോൾ കാക്കിയും സീനൊക്കെ കാലരക്കണം ഒക്കെ ഈ കല്ലുമ്മൽ വെച്ചിട്ടല്ലേ. അപ്പോൾ വെള്ളം പാരുമ്പോൾ ഈ നല്ല ക്യാപ്പ് ഉണ്ടല്ലോ അതിലൊക്കെ ചളി കെട്ടി കൊടുക്കൂട്ടോ. അത് ഞാനാ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ പിന്നെ പുറത്തുള്ള ടൈലിട്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ആ ടൈലിനൊക്കെ ഉണ്ടാവില്ല പ്രശ്നം. അതേമാതിരി തന്നെയാണത്. അപ്പോൾ ഈ വാതിലിൻ്റെ ഈ ഭാഗത്ത് ഞാൻ ഉരച്ചെടുക്കല്ല, അതിങ്ങനെ തുടച്ചെടുക്കട്ടെ. അവിടെ ഒരു സ്റ്റെപ്പ് പോലെ വെച്ചേക്കണം നമ്മൾ അടുക്കളയിലേക്കൊന്നും വെള്ളം ആവാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഈ ഒരു തുണി കൊണ്ട് തന്നെ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ആകെ നമുക്ക് 4 ടേബിൾ സ്പൂണ് മാത്രമാണ് ടിന്നർ ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തുടച്ചെടുത്താൽ പിന്നെ ഈ ടർക്കി കഴിക്കുമ്പോൾ നല്ലവണ്ണം ചളി ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അത്യാവശ്യത്തിന് തന്നെ സർഫ് ഇട്ട് കൊടുക്കണം നിലത്തേക്ക്. അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം സർഫ് ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉരച്ചിട്ടുകാണ്ട് നമുക്ക് വൃത്തിയാക്കാൻ കഴിയില്ല. അത്രക്കും ചളി ഇപ്പോൾ ഇവിടെ ഉണ്ട്.
അപ്പോൾ ഇതായിട്ട് ഒന്നുകൊണ്ട് വരച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് പിന്നെ അരിവാൻ കൊടുക്കാൻ നേരം ആയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്രക്കും മഴയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ മഴ ആകുമ്പോൾ നമുക്ക് ഭയങ്കര തണുപ്പ്. അപ്പോൾ അത് പിന്നെ ഇത് വരക്കാൻ പോവാതെ നിന്നതായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് സർഫ് അത്യാവശ്യം ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെച്ചെങ്കിൽ ഇത്രയും ചളിയൊന്നും പോയി കിട്ടൂല. അപ്പോൾ നന്നായിട്ടൊന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നല്ല വണ്ണം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യൽ കുഴൽക്കിണറിലെ വെള്ളം കേട്ടോ. അധികം കുഴൽക്കിണറിലെ വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുക. ഇവിടെ ഒരു പൈപ്പ്, അതുമാതിരി അടുക്കളയിലെ കൊട്ടത്താളത്തിലൊക്കെ ഒരു കുഴൽക്കിണറിൻ്റെ പൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേമാതിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് അത്രക്കും സർഫിൻ്റെ ഈ ഇതൊക്കെ നല്ലവണ്ണം പോകണം എന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ഇതേമാതിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്നുകൊണ്ട് പിന്നെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വെള്ളം പറന്ന് കൊടുക്കുക. അപ്പോൾ കണ്ടില്ല നിങ്ങൾ ബാത്റൂം നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഓട്ടി അതിൻ്റെ മൂടി ഞങ്ങൾ എടുത്ത് വെക്കലാണ്. അപ്പോൾ അതിൻ്റെ ഓട്ടയ്ക്കും ഇതേമാതിരി ഒരു 3/4 ബക്കറ്റ് വെള്ളം നന്നായിട്ടുണ്ട് ഒഴിച്ച് കൊടുത്താൽ അതിലും നല്ല വൃത്തിയേടില്ലാതെ നിൽക്കും. അല്ലെങ്കിൽ എന്താ അറിയുമോ, നമ്മൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കൊടുക്കുക ഞാൻ അച്ചൊക്കെ കയറി വരും കേട്ടോ. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ നല്ലവണ്ണം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നായിട്ടൊന്ന് വടിച്ചിട്ടൊക്കെയാണ്. പയലും ഇതൊക്കെ തുടച്ച് നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബാത്റൂം വൃത്തിയാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കുകൊണ്ടേ. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ ആദ്യത്തെ ബാത്റൂമേ അല്ലാന്ന് വിചാരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ വീഡിയോ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. അപ്പോൾ നിങ്ങളെല്ലാവരും ബാത്റൂം വരക്കാൻ ഗതികേടുള്ളവരോ ഊരവേദന ഉള്ളവരൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ പെട്ടെന്ന് എല്ലാം റെഡിയായി കിട്ടും. നല്ല വൃത്തിയിൽ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ നല്ല തിളക്കം ടൈലിന് നമ്മളെ പിന്നെന്ന് പറയാനുള്ള ചുമരുമ്മൽ നമ്മൾ ഇത് വെച്ചുകൊണ്ട് വെള്ളം ഒഴിക്കൂലേ. അപ്പോൾ ഈ ടൈലുമ്മക്ക് തട്ടിയതുകൊണ്ട് നമ്മുടെ ചെരുപ്പുമ്മലൊക്കെ ആ വെള്ളം തട്ടിയതുകൊണ്ട് തന്നെ ചെരുപ്പ് വരെ കരിമ്പനടിച്ചതിൻ്റെ അടുത്ത് അത്രക്കും കരിമ്പനൊന്നും അടിച്ചിട്ടില്ല എങ്കിലും ആ ഒരു ഇത് വരെ ഇതിൽ നിന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം കൂടി ഉണ്ട്. അപ്പോൾ ഈ ടൈലിലേക്ക് വെള്ളം ആവുമ്പോഴും നമുക്കത് ക്ലീൻ ആവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.